അച്ഛാ ബഹുത്ത് അച്ഛാ. എന്താ മോനെ? എനിക്ക് അച്ഛനോട് സീരിയസ് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നീ ഒന്നോ രണ്ടോ കാര്യം പറ. അല്ല അത് പിന്നെ ഈ വീടും പറമ്പും ഒക്കെ എൻ്റെ പേരിലേക്കൊന്ന് എഴുതി തരാൻ പറ്റുമോ? ഞാനവിടെ ബസ് സ്റ്റാൻഡിൽ പോയി കിടക്കുമോ? അയ്യോ അച്ഛാ, അച്ഛനെ പൊന്നോട് നോക്കിക്കോളൂ അച്ഛാ. അതൊക്കെ മനസ്സിലായി. ഇതൊക്കെ എഴുതി മേടിച്ചിട്ട് എന്നെ ചോട്ടി പുറത്താക്കല്ലേ? ആ മൂതയെ പറഞ്ഞോട്ടായിരിക്കും. അവിടെ അമ്മയ്ക്കൊരു പൊന്നും കൂട്ടം. ബാക്കി എന്താ മോനെ? ബാക്കി പാടാ. അടി വരും. ആ അടി വരുന്നുണ്ടല്ലേ. എന്താ മോനെ? ശരി. ഓ മൂദേവി. എടാ മണകുണാഞ്ചാ, നിന്റെ അമ്മേനെ കണ്ടല്ലോ ഞാൻ ഇങ്ങനെ വരച്ച വരല നിർത്തിക്കൊണ്ടിരുന്നേ. അപ്പുറത്താണോ ഇപ്പുറത്താണോ നിർത്തിയത്? ഈ സെന്റർ ഭാഗത്ത് നിർത്തോണല്ലോ, അങ്ങനെ ബാലൻസ് ആയിട്ട് നിൽക്കും. എടാ കിഴങ്ങാ, എടാ അവള് നിന്നെയല്ല ഭരിക്കണ്ടേ, നീ അവളെയാണ് ഭരിക്കണ്ടേ. നീ കട്ടപ്പയാണ് അച്ഛന്റെ കട്ടപ്പയാ നീ. പക്ഷെ വലിയ കഷ്ടപ്പാടപ്പാ. എടാ അവൾ എന്തേലും പറയുമ്പോ കാരണം നോക്കി പറഞ്ഞ പൊട്ടിച്ചോണം. ആ ഇത് പറയണം. നിർത്തിയിട്ട് ഞാൻ വരാം. ഇതെന്താ ഉപ്പ് കുറവ്? കൂടുതൽ എൻ്റെ അടുത്ത കളി. ഡാഡിയുടെ മോൻ കട്ടപ്പനായി. കട്ടപ്പൻ ആരോപം പറഞ്ഞു. എന്താണ് ആ ടംബ്ലച്ചെടുത്താടി. എടുത്തൂടെ? ഓഹോ ഓഹോ, അപ്പൊ നീ എടുത്തിരുത്തില്ല? താത്തന്നെ വീണ എടുത്തൂടെ? നല്ല കവള. ചത്ത ഇല്ല എന്ന കൊല്ലം. കട്ടപ്പയാണല്ലേ എന്റെ കാര്യം. ഇന്ന് കട്ടപ്പുകയാളെ കാണിച്ചു തരാം ഞാൻ. എടാ മോനെ എന്നാ പറ്റിടാ? ഓ ഈ മൂദേവി നിന്നെ നശിപ്പിച്ചല്ലോടാ. ഓ എല്ലാം പോയി. എടി മൂദേവി നീ മുടിഞ്ഞു പോച്ചോളടി. കട്ടപ്പയ്ക്ക് സുന്നത്ത്.